വട്ടം കറങ്ങുന്നുണ്ട്. തല കറങ്ങുന്ന ആശേ, എനിക്ക് തല കറങ്ങുന്നു. നേരത്തെ നോഫാക്കിയിട്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമ്മൾ ഈ വീക്കെൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സ്വാൻ പാർക്കിലേക്കാണേ. അതെ, സൗദി അറേബ്യയിലെ അരണ്യങ്ങളുടെ പാർക്ക്. നമ്മുടെ ഈ സ്വാൻ പാർക്കും ലൈഫ് പാർക്കൊക്കെ വരുന്നത് കിങ് ഫഹദ് തീം പാർക്കിന്റെ ഉള്ളിലാണേ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ കൂടി മറക്കല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്തു. കാരണം ഇവിടെ ഒരുപാട് റൈഡ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ വന്ന സമ്മറിലായിരുന്നു, അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പതാ ഇതുപോലത്തെ സിപ്പ് ലൈൻ അഡ്വഞ്ചർ പോലുള്ള ഒരുപാട് റൈഡ്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആയി. ഒപ്പം ഐറു ബേബി നല്ലതായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം നല്ല ക്ലൈമറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആ ഒരു ഈവനിങ് സൺസെറ്റ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർക്കിലൊക്കെ നല്ലൊരു വൈബ് കിട്ടും നമുക്ക്. അഡ്വഞ്ചറും കാര്യങ്ങളും മാത്രമല്ല ഇവിടെ ഉള്ളത്. സ്കേറ്റിങ്ങിന് പ്രത്യേകമായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സൈക്ലിംഗ് ചെയ്യേണ്ടവർക്ക്, ജോഗിങ് ചെയ്യേണ്ടവർക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എല്ലാ സ്പേസുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ് ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലൈമറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുകയും ചെയ്തു. പിന്നെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ സിപ്പ് ലൈൻ അഡ്വഞ്ചർ വരുന്നത് സ്വാൻ ലേക്കിന്റെ മുകളിലൂടെയാണ്. ഒരു 260 മീറ്റർ ലെങ്തിലാണ് ഇത് പോകുന്നത്. ദാ ഇവിടെ നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ്. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുമേ. പിന്നില്ലേ, ബുക്കിലും ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വാൻസിനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പം ഐറോന് വന്ന എക്സൈറ്റ്മെന്റ് കാണിച്ചു തരാമേ. അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചുറ്റുമുള്ളതെല്ലാം ഐറു മറന്നു. പിന്നെ ഞങ്ങളിത് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. പിന്നെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് എൻഗേജ്ഡ് ആണ്. ചിലർ ബോട്ടിങ് ചെയ്യുന്നു, സിപ്പ് ലൈൻ റൈഡിങ് ചെയ്യുന്നു, സൈക്ലിംഗ് ചെയ്യുന്നു. പിന്നെ ചിലരൊക്കെ ഫാമിലി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടാണ്. നല്ല തിരക്കും ഉണ്ട് ഇന്ന്. പിന്നില്ലേ, കൂടുതലായിട്ട് കണ്ട വേറൊരു ആക്ടിവിറ്റി കാണിച്ചു തരട്ടെ. ഇവിടെ മെയിൻ ആയിട്ടുള്ള വേറൊരു പരിപാടിയാണ് ഗ്രില്ലിംഗ് ചെയ്യുന്നു. കെബാബ്സ് പോലുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഗ്രില്ലിംഗ് ചെയ്യാനുള്ള ഇവിടെ സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മണമൊക്കെ അടിച്ചു വരുന്നുണ്ട്. സ്വാൻ പാർക്ക് എന്നുള്ള പേര് പോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ഓപ്പണിംഗിൽ 2 സ്വാൻസ് ലവ് ഷേപ്പിലൊക്കെ വെച്ചിട്ടുള്ള തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിതാ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ ബോട്ടിന് 40 റിയാലും ലാർജ് ബോട്ടിന് 50 റിയാലൊക്കെയാണ് വരുന്നത്. എല്ലാം ഏകദേശം ഒരുപോലൊക്കെയാണ്. നമ്മൾ സ്മോൾ ബോട്ടാണ് ചൂസ് ചെയ്തിരുന്നത്. നമ്മുടെ ബോട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതാ ഇതിൽ കയറാൻ പോവാണേ. അപ്പോൾ ബോട്ടിൻ്റെ കൺട്രോളിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു തന്നതിന് ശേഷം 2 ഷെയ്ക്കൊക്കെ ഷെയ്ക്ക് ആക്കിയിട്ട് ബാക്കിലോട്ട് ആക്കി തന്നിട്ടുണ്ട് ബോട്ട്. അപ്പോൾ നമ്മുടെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഐറു ബേബി ഫുൾ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിരുന്നേ. കാരണം ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് നേരം ബോട്ടൊക്കെ ഓടിച്ച് കടവിടെ കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകെ വന്നിരുന്നു പേടിയാവുന്നെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഒപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലതൊക്കെ വന്ന് നമ്മൾ ഇടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വന്നിട്ട് കുറേ സ്വാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന് സ്വാൻ പാർക്ക് എന്ന് പേര് വന്നിട്ടുള്ളത്. നമുക്ക് ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാൻസ് ഒക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്നത് കാണാം.
അതിൻ്റെ ഇടയ്ക്ക് ബോട്ടൊന്ന് കൈമാറി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ അഡ്വഞ്ചറസ് ആക്കാൻ നോക്കിയതാണ്, പക്ഷേ പണി പാളിപ്പോയി. ഇവർക്കൊക്കെ തല കറങ്ങുന്നെന്ന് പറഞ്ഞ് ലാസ്റ്റ് എന്നെ ചവിട്ടി പുറത്താക്കി. സില്ലി പീപ്പിൾസ്, ഇതൊക്കെ എൻജോയ് ചെയ്യണ്ടേ? അങ്ങനെ ബോട്ട് വേണ്ട ഇക്ക കൈക്കലാക്കിയിട്ടുണ്ട്. പിന്നില്ലേ നമുക്ക് ഈ റൈഡ് ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഉണ്ട്. 10 minutes ആണ് അവർ അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ അതാ നമ്മൾ 10 minutes ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ നമ്മൾ പതുക്കെ ഈ ബോട്ട് സൈഡിലേക്ക് അടുപ്പിക്കാൻ പോവാണേ. നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത് കേട്ടോ. ആയുർവേദിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി റൈഡൊക്കെ കഴിഞ്ഞ് ബോട്ടൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പാർക്കിലേക്ക് പോവാണ് ആയുർബേബിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതൊരു ഹോഴ്സ് കാർ റൈഡിംഗ് ആണ്. ഇതും ഇവിടുത്തെ ഒരു റൈഡിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. കാണാൻ നല്ല കളർഫുൾ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബാക്കിലിരുന്ന് പോയി കഴിയുമ്പോൾ ഒരു രാജകീയ ലുക്കൊക്കെ കിട്ടും. പിന്നെ ഇവിടെയാണ് പിക്നിക് കാർട്ടുകൾ വരുന്നത്. പിക്നിക് കാർട്ട് എന്ന് പറഞ്ഞാൽ സൈക്കിൾസ്, സ്കൂട്ടേഴ്സ് പോലുള്ളതാണ്. അത് ഈ പാർക്കൊക്കെ നമുക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർട്ട് ഉപയോഗിക്കാമേ. പിന്നെ അതിന് ഓരോ മണിക്കൂറിനനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ സ്കേറ്റിംഗ് ഏരിയ ആണ് അടുത്തുള്ളത്. അവിടെ വന്നിട്ട് കുട്ടികളൊക്കെ സ്കേറ്റിങ്ങും സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ ജിംനേഷ്യംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വർക്കൗട്ട് ഒക്കെ ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉള്ളൊരു സ്ഥലം കൂടി കേട്ടോ. ഇനി ഒരാൾ വർക്കൗട്ട് ചെയ്യുന്ന കാണിച്ചു തരട്ടെ. അപ്പൊ ആയുർബേബി വർക്കൗട്ടൊക്കെ കഴിഞ്ഞതാ പാർക്കിലേക്ക് കളിക്കാൻ പോവാണേ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഗ്രില്ല് ചെയ്യുന്നതിന്റെ സ്മെല്ല് കൂടി വന്നോണ്ടിരുന്നേ. അങ്ങനെ നമ്മൾ പാർക്കിലും കൂടെ കുറച്ചു നേരം കളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അവരുടെ കമ്പനിയുടെ ഒരു സെലിബ്രേഷൻ എങ്ങാണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അഡ്വഞ്ചർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ.